ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അപ്പോൾ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ആന്ത്രോക്വിനോൺ ഡൈസ് ആണ്. ആന്ത്രോക്വിനോൺ ഡൈസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ ആൻ ആന്ത്രോക്വിനോൺ യൂണിറ്റ്. ആന്ത്രോക്വിനോൺ ഡൈകൾ എന്നത് ആന്ത്രോക്വിനോൺ എന്ന ഘടകം ഉൾക്കൊള്ളുന്ന ഓർഗാനിക് സംയുക്തങ്ങളാണ്. Anthraquinone is colorless by itself, but it can be dyed red to blue by adding electron donor groups, oxochromes, such as hydroxy or amino groups at the 1, 4, 5 or 8 position. Anthraquinone സ്വാഭാവികമായും നിറമില്ലാത്തതാണ്. എന്നാൽ 1, 4, 5, 8 സ്ഥാനങ്ങളിൽ ഹൈഡ്രോക്സി അല്ലെങ്കിൽ അമിനോ പോലുള്ള ഇലക്ട്രോൺ നൽകുന്ന ഗ്രൂപ്പുകൾ ചേർത്താൽ ചുവപ്പിൽ നിന്ന് നീല വരെ നിറങ്ങൾ ലഭിക്കാം. Anthraquinone disteps are structurally similar to indigo disteps and are included in the carbonyl dyes categories too. ഇവയുടെ ഘടന ഇൻഡിഗോ ഡൈകളുടെ സാമ്യമുള്ളതാണ്. കൂടാതെ ഇവ കാർബണിൽ ഡൈകളുടെ വിഭാഗത്തിൽ പെടുന്നു. മെമ്പേഴ്സ് ഓഫ് ദ ഡൈ ഫാമിലി ആർ എയ്തർ നാച്ചുറൽ ഓർ സിന്തറ്റിക് ഇൻ ഒറിജിൻ. ഈ ഡൈകളിൽ ചിലത് പ്രകൃതിദത്തമായും ചിലത് കൃത്രിമമായി നിർമ്മിച്ചവയുമാണ്. ദിസ് ഡൈസ് ആർ വെൽ നോൺ ഫോർ ദെയർ എക്സലന്റ് ലൈറ്റ് ഫാസ്റ്റിംഗ്. ഈ ഡൈകൾ വെളിച്ചത്തിൽ നിറം മാറി നിൽക്കുന്ന കഴിവിന് പ്രശസ്തമാണ്. Examples of anthraquinone dyes include alizarin carbonic acid, purpurine, alizarin red, anthropyrimidine yellow, anthraquinone red and indanthrone blue. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രൈ അറൈൽ മീഥേൻ ഡൈസ്. സിന്തറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് ട്രൈഫിനൈൽ മീഥേൻ ബാക്ക്ബോൺസ് ആർ നോൺ ആസ് ട്രൈ അറൈൽ മീഥേൻ ഡൈസ്. ട്രൈഫിനൈൽ മീഥേൻ ഘടനയുള്ള കൃത്രിമ ഓർഗാനിക് സംയുക്തങ്ങളാണ് ട്രൈ അറൈൽ മീഥേൻ ഡൈകൾ. ദീസ് കെമിക്കൽസ് ആർ ഹൈലി കളർ ഡൈസ്. ഇവ വളരെ തീവ്രമായ നിറമുള്ള ഡൈകളാണ്. Tri aryl methane dyes are grouped into families according to the nature of the substituents on the aryl group. അരൈൽ ഗ്രൂപ്പുകളിലുള്ള സബ്സ്റ്റിറ്റ്യൂറ്റുകളുടെ സ്വഭാവം അടിസ്ഥാനമാക്കി ഇവിടെ വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. മീഥൈൽ വയലറ്റ് ഡൈസ് ഹാവ് ഡൈ മീഥൈൽ അമിനോ ഗ്രൂപ്പ്സ് അറ്റ് p പൊസിഷൻസ് ഓഫ് 2 അരൈൽ ഗ്രൂപ്പ്സ്. മെത്തിൽ വയലറ്റ് ഡൈകൾ 2 അരൈൽ ഗ്രൂപ്പുകളുടെ പാരാസ്ഥാനങ്ങളിൽ ഡൈ മീഥൈൽ അമിനോ ഗ്രൂപ്പുകൾ കാണപ്പെടുന്നു. ദിസ് ആർ യൂസ്ഡ് ഫോർ കളറിംഗ് പേപ്പർ, ടൈപ്പ്റൈറ്റർ റിബൺസ്, മാനുഫാക്ചർ ഓഫ് പെയിൻറ്റ്സ്, പ്ലാസ്റ്റിക്സ്, ഫൈബേഴ്സ്, റബ്ബർ എക്സെട്ര. പേപ്പർ, ടൈപ്പ്റൈറ്റർ റിബൺ, പെയിൻറ്റിംഗ്, പ്ലാസ്റ്റിക്, ഫൈബർ, റബ്ബർ എന്നിവയ്ക്ക് നിറങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്നു. ഫ്യൂഷൻ ഡൈസ് ഹാവ് പ്രൈമറി ഓർ സെക്കൻഡറി അമൈൻസ് ഹാസ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അറ്റ് ദ p പൊസിഷൻ ഓഫ് ഈച്ച് അരൈൽ ഗ്രൂപ്പ്. ഫ്യൂഷൻ ഡൈകളിൽ ഓരോ അരൈൽ ഗ്രൂപ്പിൻ്റെയും പാരാസ്ഥാനങ്ങളിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി അമൈൻ ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഫിനോൾ ഡൈസ് ഹാവ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് അറ്റ് ദ p പൊസിഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 അരൈൽ ഗ്രൂപ്പ്സ്. ഫിനോൾ ഡൈകളിൽ കുറഞ്ഞത് 2 അരൈൽ ഗ്രൂപ്പുകളുടെ പാരാസ്ഥാനങ്ങളിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ കാണപ്പെടുന്നു. അടുത്തതാണ് പോളിമെത്തേൻ ഡൈസ്. മെത്തേൻ ഡൈസ്, പോളിമെത്തേൻ ഡൈസ് ആർ ഡൈസ് ഹൂസ് chromophoric system consists of conjugated double bonds flanked by an electron acceptor A and the donor D. മെത്തിൻ ഡൈകൾ, പോളിമെത്തിൻ ഡൈകൾ എന്നത് തുടർച്ചയായി കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ടുകൾ അടങ്ങിയ ഘടനയാണ്. ഇവിടെ ഇരുവശങ്ങളിലും ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ഗ്രൂപ്പ് എയും ഒരു നൽകുന്ന ഗ്രൂപ്പ് ഡിയും ഉണ്ടാകും. മിഥൈൻ ഡൈസ് കംപ്രൈസ് ആൻ ഓഡ് നമ്പർ ഓഫ് മെത്തേൻ ഗ്രൂപ്പ്സ്. മെത്തേൻ ഗ്രൂപ്പുകളുടെ എണ്ണം സാധാരണ ഒറ്റ സംഖ്യയായിരിക്കും. The most well-known group of methane dyes are cationic cyanide dyes. മെത്തേൻ ഡൈകളിൽ ഏറ്റവും പ്രശസ്തമായ കാറ്റോണിക് സയനൈഡ് ഡൈകളാണ്. More terminal groups contain nitrogen atoms and amino-imino groups are part of a heterocycle. ഇവിടെ ഇരുവശങ്ങളിലുമായുള്ള ഗ്രൂപ്പുകളിൽ നൈട്രജൻ അടങ്ങിയിരിക്കും. അമിനോ-ഇമിനോ ഗ്രൂപ്പുകൾ ഹെറ്ററോസൈക്ലിക് ഘടനയിൽ ഉൾപ്പെടുന്നു. Cyanide dyes are good examples of polyethylene dyes. സയനിൻ ഡൈകൾ പോളിമെത്തേൻ ഡൈകളുടെ മികച്ച ഉദാഹരണങ്ങളാണ്. പോളിമെത്തേൻ ഡൈസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റെയിനിങ് ടിഷ്യൂസ് ആൻഡ് സെൽസ്, ഫ്ലൂറസെന്റ് ഇമേജിംഗ്, ബയോമെഡിക്കൽ ഡയഗ്നോസിസ്, സോളാർ സെൽസ് ആൻഡ് ഡാറ്റ റെക്കോർഡിംഗ്. പോളിമെത്തേൻ ഡൈകൾ കോശങ്ങളും ടിഷ്യൂകളും നിറയ്ക്കാൻ, ഫ്ലൂറസെന്റ് ഇമേജിംഗ്, മെഡിക്കൽ പരിശോധനകൾ, സോളാർ സെല്ലുകൾ, ഡാറ്റ റെക്കോർഡിംഗ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഇൻഡിഗോ ഡൈസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ഇമ്പാർട്ട് എ ഡിസ്റ്റിങ്ക്റ്റ് ബ്ലൂ കളർ ടു ദ സബ്സ്ട്രേറ്റ്. ഇൻഡിഗോ ഡൈകൾ എന്നത് ഓർഗാനിക് സംയുക്തങ്ങളാണ്. ഇവ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പ്രത്യേകമായ നീല നിറം നൽകും. ഇൻഡിഗോ വാസ് എ നാച്ചുറൽ ഡൈ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ഓഫ് ദ ഇൻഡിഗോഫെറ ജീനസ്. ഇൻഡിഗോ എന്നത് ഇൻഡിഗോഫെറ സസ്യങ്ങളുടെ ഇലകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്വാഭാവിക ഡൈ ആണ്. അഡോൾഫ് ഫോൺ ബെയർ ഫൗണ്ട് ഔട്ട് ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ഇൻഡിഗോ ഇൻ 1883. 1883 അഡോൾഫ് ഫോൺ ബെയർ ഇൻഡിഗോയുടെ രാസഘടന കണ്ടെത്തിയത്. മെനി സിന്തറ്റിക് ഇൻഡിഗോ ഡൈസ് ആർ പ്രൊഡ്യൂസ്ഡ് ടുഡേ. ഇന്ന് ഇൻഡിഗോയുടെ സിന്തറ്റിക് രൂപങ്ങൾ വലിയ തോതിൽ നിർമ്മിക്കുന്നു, പ്രത്യേകിച്ച് ജീൻസ്റ്റൈനിയം നിർമ്മിക്കാൻ. ദിസ് ആർ എ ഗ്രൂപ്പ് ഓഫ് വാറ്റ് ഡൈസ്. ഇവ വാറ്റ് ഡൈസ് എന്ന വിഭാഗത്തിൽ പെടുന്നു. കൂടാതെ ഇൻഡിഗോയുടെ ഘടനയുടെ സാമ്യമുണ്ട്. ഇൻഡിഗോ കാർമിൻ ഈസ് എ ഫുഡ് കളർ. ഇൻഡിഗോ കാർമിൻ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കളറിംഗ് ഏജന്റ് ആണ്. ഇൻഡിഗോ ഈസ് യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്. ഇൻഡിഗോ കോസ്മെറ്റിക് UV സംരക്ഷണത്തിന് ഡയോക്സിഡൈസിംഗ് ഏജന്റായിട്ടും ഉപയോഗിക്കുന്നു. Phthalocyanins. It's a group of dyes, derivatives of tetrabenzoazophorine, phthalocyanine and its complex compounds with metals. Phthalocyanins എന്നത് ഒരു ഡൈ ഗ്രൂപ്പാണ്. വലിയ റിംഗ് ഘടനയുള്ള സംയുക്തത്തിൽ നിന്നാണ് ഇവ രൂപപ്പെടുന്നത്.
The most widely used phthalocyanine dye is copper phthalocyanine 1A blue pigment. Phthalocyanine H2PC is a large aromatic macrocyclic organic compound with a formula. Ancient and modern dyes. Up to the 19th century, the dye stuffs obtained from natural sources, vegetables, animal and mineral sources were used for dyeing the textiles. 19ാം നൂറ്റാണ്ട് വരെ ഡൈകൾ പ്രകൃതിയിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. സസ്യങ്ങൾ, മൃഗങ്ങൾ, ധാതുക്കൾ എന്നിവയിൽ നിന്നാണ്. Among natural dyes, indigo is well known for its brilliant blue color, which was extracted from the leaves of the plants by fermentation. സ്വാഭാവിക ഡൈകളിൽ ഇൻഡിഗോ വളരെ പ്രശസ്തമാണ്. A red colored dye was extracted from the lac, a resinous protective secretion of a tiny insect. ലാക്ക് എന്ന ചെറിയ കീടത്തിന്റെ സ്രവത്തിൽ നിന്ന് ചുവപ്പ് ഡൈ ലഭിച്ചു. Among the dyes originated from iron oxide powder gives a brown color. ഇരുമ്പ് ഓക്സൈഡ് ബ്രൗൺ നിറം നൽകും. The production and use of natural dyes are very complex. സ്വാഭാവിക ഡൈ നിർമ്മാണം വളരെ ബുദ്ധിമുട്ടാണ്. Currently, the natural dye consumption is very low. In 1856, a British chemist named William Henry Perkin produced a brilliant mauve lavender dyestuff from coal tar, which was the first synthetic dyestuff. This is led to an understanding of the chemistry of dyes, and a number of synthetic dyes were developed. So by the end of the 19th century, natural dyes almost completely replaced by synthetic dyes. Indigo has been known and used as a distinctive blue dye extracted from plants since prehistoric times. Indigo പ്രാചീന കാലം മുതൽ ഉപയോഗത്തിലുണ്ട്. Earliest uses were from India, and the country gained its English name from ancient Greek word for indigo. ഇന്ത്യയിലാണ് ഇത് ആദ്യം ഉപയോഗിച്ചത്. Historically, indigo played an important role in the economics of many countries because natural blue dyes are rare. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് വെച്ചാൽ മതി. Today it is most familiar to us as the dye used to color blue jeans. The chemical in indigo which is responsible for the blue color is indigotin, which is a dark blue powder at room temperature. Synthetic indigo dye accounts for a major portion of the indigo dye produced today, thousands of tons per year. Indigo, also known as blue gold, has a 5,000-year history in India, originating in the Indus Valley Civilization as a revered textile dye. It became a major global commodity, but British colonial exploits in the 18th and 19th centuries forced peasants into indigo cultivation, leading to the brutal 1859-60 indigo revolt. ഈ കെമിക്കൽ സിന്തസിസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അങ്ങനെ എക്സാമിന് ചോദിക്കുന്ന പോർഷൻസ് ഒന്നും അല്ല, നമ്മൾ MDCക്ക് മെയിനായിട്ട് ഉണ്ടാവില്ലാത്തതാണ്. അപ്പോൾ അതൊന്നും നമ്മളങ്ങനെ ഇതാക്കി നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ യൂസസ് ആണ്. To dye cotton yarn for denim, indigo carmine is a food colorant. To color hair, used for temporary tattoo, used as a deodorizing agent, used for UV protection. ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ്. പിന്നെ ഉള്ളതാണ് അലിസാരിൻ. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അലിസാരിൻ ഈസ് ആൻ orangish red powder. It is extracted from the roots of the madder plant. Its use dates back to the 10th century. Ancient Egyptian, Romans and Greek used the madder root for its bright red color. During the American Revolution, British Army used alizarin to make their red coats. അലിസാരിൻ്റെയും ഇൻഡിഗോൻ്റെയും യൂസസ് എന്തായാലും നോക്കി വെക്കണം. അത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ നമ്മുടെ ചാപ്റ്റർ ഇപ്പോൾ ഇവിടെ കഴിയാണ്. ഈ മൊഡ്യൂൾ അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ്. മൊത്തം 6 പാർട്ടാണ് നമ്മളുടെ എല്ലാ വീഡിയോയും എല്ലാവരും കാണുക. എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ നോക്കുക. മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്കൊന്നും കൂടെ വീഡിയോ ഇടാം. അപ്പം ഇനി നമുക്ക് അടുത്ത മൊഡ്യൂൾ നോക്കാം. അടുത്ത മൊഡ്യൂൾ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.